കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയില്ല. ഇവിടെ ബി.ജെ.പിക്ക് ഒരു കാലത്തും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ബി.ജെ.പിയുടെ വളർച്ച കേരളത്തിൽ അവസാനിച്ചു. ആ അക്കൗണ്ട് തങ്ങൾ എന്നേക്കുമായി പൂട്ടി എന്നിങ്ങനെ പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന പലരും അഹങ്കാരത്തോടെ ആവർത്തിച്ച് പ്രവചിച്ച പരിഹാസങ്ങൾക്കും വലിയ രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ചരിത്രം തിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇത് കേവലം 3 സീറ്റുകളിലെ വിജയം മാത്രമല്ല, വർഷങ്ങളായി ബി.ജെ.പിയെയും അതിന്റെ അണികളെയും സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും ക്രൂരമായി വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും ജനങ്ങൾ വോട്ടിലൂടെ നൽകിയ ഏറ്റവും ശക്തമായ മറുപടിയാണ്. 1 അല്ല 2 അല്ല 3 നിയമസഭാ സീറ്റുകളുമായി ബി.ജെ.പി കേരള നിയമസഭയുടെ പടവുകൾ ഔദ്യോഗികമായി ചവിട്ടിക്കയറുമ്പോൾ അതാ പഴയ വിമർശകരുടെ മുൻവിധികളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമായി മാറുകയാണ്. അക്കൗണ്ട് തുറക്കില്ലെന്ന വെല്ലുവിളിച്ചവർക്ക് മുന്നിൽ 3 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ച ബി.ജെ.പിയുടെ ഈ ചരിത്ര വിജയത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1980-ൽ പാർട്ടി രൂപീകൃതമായതു മുതൽ വിമർശനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച ഇന്നത്തെ ഈ വമ്പൻ കുതിപ്പ് വരെയുള്ള കേരളത്തിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചരിത്രവും വോട്ട് വിഹിതത്തിന്റെ വളർച്ചയും വന്ന മാറ്റങ്ങളും നമുക്കിന്ന് വിശദമായി പരിശോധിക്കാം. ഭാരതീയ ജനതാ പാർട്ടി 1980-ൽ രൂപീകരിക്കപ്പെട്ടത് മുതൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ സജീവമായി മത്സരിക്കുന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. കേരളത്തിൽ LDFും UDFും മാറി മാറി ഭരിക്കുന്ന ശക്തമായ ഇരുമുന്നണി രാഷ്ട്രീയ സംവിധാനത്തെ ഭേദിക്കുക എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച വലിയൊരു വെല്ലുവിളിയായിരുന്നു. വോട്ട് ശതമാനത്തിൽ നേരിയ വർധനവ് പല മണ്ഡലങ്ങളിലും പ്രകടമായിരുന്നെങ്കിലും സീറ്റുകളിലേക്ക് എത്തുന്നില്ലെന്നും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നത് വോട്ട് കളയുന്നതിന് തുല്യമാണെന്നും പറഞ്ഞ പലരും അന്ന് പാർട്ടിയെയും അണികളെയും നിരന്തരം നിരാശപ്പെടുത്താനും വിമർശിക്കാനും ശ്രമിച്ചു. എന്നാൽ 2014ഓടെ, അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിലും ബി.ജെ.പിയുടെ അടിത്തറയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. ആ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് പാർട്ടിയുടെ വോട്ട് വിഹിതം കേരളത്തിൽ ആദ്യമായി 10% കടന്ന് ചരിത്രം കുറിക്കുന്നത്. തിരുവനന്തപുരം പോലുള്ള മണ്ഡലത്തിൽ രാജഗോപാൽ നേരിയ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തെത്തിയതും വിമർശകരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ നിമിഷമായിരുന്നു. ഈ വളർച്ചയുടെ സ്വാഭാവിക തുടർച്ചയായിരുന്നു 2016-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ രാജഗോപാൽ വിജയിച്ചപ്പോൾ കേരള നിയമസഭയിൽ ബി.ജെ.പി തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ അക്കൗണ്ട് തുറന്നു. അന്ന് സംസ്ഥാനത്താകെ 11% വോട്ട് വിഹിതമാണ് പാർട്ടി സ്വന്തമാക്കിയത്. എന്നാൽ 2021-ലെ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒത്തുകളി രാഷ്ട്രീയത്തിനും ത്രികോണ മത്സരത്തിനുമൊടുവിൽ നേമം സീറ്റ് തിരിച്ചുപിടിച്ച് ബി.ജെ.പിയെ വീണ്ടും 0-ലെത്തിക്കാൻ കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ വലിയ രീതിയിൽ ആഹ്ലാദിക്കുകയും ബി.ജെ.പിയുടെ അക്കൗണ്ട് തങ്ങൾ എന്നേക്കുമായി പൂട്ടിയെന്ന വീരവാദം മുഴക്കുകയും ചെയ്തു. ബി.ജെ.പിയുടെ കഥ കഴിഞ്ഞു എന്ന് വിധി എഴുതിയ ആ വിമർശകർക്ക് നേരെയാണ് ബി.ജെ.പി പിന്നീട് ശക്തമായി തിരിച്ചടിച്ചത്. ഈ തിരിച്ചടികളിലും തളരാതെ താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കിയ ബി.ജെ.പിക്ക് 2024-ലെ തിരഞ്ഞെടുപ്പിൽ വൻ കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചു. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി.ജെ.പി ലോക്സഭാ അംഗമായി മാറിയപ്പോൾ ബി.ജെ.പിക്ക് ഇവിടെ വോട്ട് ബാങ്കിലെന്ന് പറഞ്ഞ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായി മാറി. ആ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. തങ്ങൾ ഒരിക്കലും ജയിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞവരുടെ കോട്ടകൾ തകർത്തുകൊണ്ടാണ് ഇത്തവണ 3 മണ്ഡലങ്ങളിൽ ബി.ജെ.പി വൻ വിജയം കൊയ്തിരിക്കുന്നത്. അതിലെ ഏറ്റവും ശ്രദ്ധേയമായത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലെ വിജയമാണ്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ വിജയ സാധ്യതകളുടെ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും മുൻപന്തിയിൽ എഴുതി വെക്കാതിരുന്ന ഇടതുകോട്ടയായിരുന്ന ചാത്തന്നൂരിനെ ശ്രദ്ധേയമാക്കിയത് അധ്യാപകൻ കൂടിയായ ബി ഗോപകുമാറാണ്. കഴിഞ്ഞ 2 തവണയും നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട് രണ്ടാമതെത്തിയിട്ടും ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ മണ്ഡലത്തിൽ തുടർച്ചയായി നടത്തിയ ജനകീയ ഇടപെടലുകളാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ബി.ജെ.പി MLA എന്ന ചരിത്ര നേട്ടത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഇപ്പോൾ ഈ നിയമസഭയിൽ 33-ാമനായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് ചാത്തന്നൂരിന്റെ ചരിത്ര മാറ്റമായി മാറി.
മറ്റൊരു പ്രധാന വിജയം തലസ്ഥാന നഗരിയിലെ കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. വി മുരളീധരനാണ് കടുത്ത പോരാട്ടത്തിനൊടുവിൽ സിറ്റിംഗ് MLA പരാജയപ്പെടുത്തിയത്. 64ാമനായി സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹം കഴക്കൂട്ടത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്ന് വ്യക്തമാക്കി. മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഭരണപരിചയം ഇനി കേരളത്തിന്റെ പുരോഗതിക്കായി നിയമസഭയിൽ ഉപയോഗിക്കപ്പെടും. BJPയുടെ ചരിത്ര മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് നേമം മണ്ഡലം തിരിച്ചുപിടിച്ച നിയമസഭയിലേക്ക് 83ാമനായി സത്യപ്രതിജ്ഞ ചെയ്തത്. BJPയെ സംബന്ധിച്ച് ഇത് ചരിത്രപരമായ ദിനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം ഇനി കേരള നിയമസഭ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്പരമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വ്യക്തിഹത്യകൾക്കും പകരം തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, വിലക്കയറ്റം, ലഹരി വ്യാപനം തുടങ്ങി ജനകീയ പ്രശ്നങ്ങളിലൂന്നിയ ചർച്ചകൾക്കായിരിക്കും BJP നിയമസഭയ്ക്കുള്ളിൽ പ്രാധാന്യം നൽകുക. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 അംഗങ്ങളുമായി BJP ഒരു നിർണായക ശക്തിയായി സഭയിലേക്ക് പ്രവേശിച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഈ 3 MLAമാരും നിയമസഭയിലേക്ക് എത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിന്റെ കോണുകളിലേക്ക് എത്തിക്കുമെന്ന മോദി ഗ്യാരണ്ടിയുടെ വിജയമാണ് അണികൾ ഇതിനെ കാണുന്നത്. അക്കൗണ്ട് തുറക്കില്ലെന്ന അഹങ്കാരത്തോടെ പറഞ്ഞ വിമർശകർക്ക് മുന്നിൽ വിഭജന രാഷ്ട്രീയത്തിന് പകരം കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിപ്പിടിക്കാനാണ് BJPയുടെ ഈ 3 ജനപ്രതിനിധികളും നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ 3 അംഗങ്ങളുടെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തെയും നിയമസഭാ ചർച്ചകളെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. നിയമസഭയുടെ പടവുകൾ കയറുന്ന ഈ 3 ജനപ്രതിനിധികൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ശക്തി കേന്ദ്രത്തിന്റെ പ്രതീകങ്ങളാണ്. അവഗണിച്ചവർക്കും തള്ളിപ്പറഞ്ഞവർക്കും മുന്നിൽ വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിപ്പിടിച്ച ഇവർ മുന്നേറുമ്പോൾ കേരളത്തിൽ ജനാധിപത്യ സംവിധാനം കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് കേവലം ഒരു അക്കൗണ്ട് ചർച്ചകളല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന യഥാർത്ഥ വികസന മത്സരങ്ങളായിരിക്കും. നിയമസഭയ്ക്കുള്ളിലെ 3 സീറ്റുകൾ എന്നതിനപ്പുറം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയൊരു ദിശാമാറ്റത്തിനാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങോടെ തുടക്കമായിരിക്കുന്നത്. ഇത്രയും കാലം നിയമസഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ജനകീയ സമരങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ശബ്ദമുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന് ഇനി സഭയുടെ അന്തസ്സോടെയും നിയമപരമായ അധികാരത്തോടെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടുന്നയിക്കാനുള്ള വേദിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. പരമ്പരാഗതമായി കേരളം കണ്ടുവന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെയും പരസ്പര ധാരണകളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട് മൂന്നാമതൊരു ശക്തിയായി BJP സഭയ്ക്കുള്ളിൽ നിലയുറപ്പിക്കുമ്പോൾ അത് നിയമസഭാ നടപടികളെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇടത് വലതു മുന്നണികൾക്ക് കൃത്യമായി മുൻതൂക്കമുള്ള ഒരു സഭയിൽ തങ്ങളുടെ പരിമിതമായ അംഗബലം വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ റൂട്ട് മാപ്പാണ് BJP നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങളിലോ ചെളിവാരിയെറിയലുകളിലോ സമയം കളയാതെ സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ലഹരി മാഫിയയുടെ കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായ പരിഹാരങ്ങളും ബദൽ നിർദ്ദേശങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ ശൈലിയായിരിക്കും പാർട്ടി സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളും വികസന പാക്കേജുകളും അർഹരായ ആളുകളിലേക്ക് വിവേചനമില്ലാതെ എത്തിക്കുന്നതിനുള്ള ഒരു ശക്തമായ കവാടമായി ഈ 3 ജനപ്രതിനിധികളും വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല. ഒരു വശത്ത് ചാത്തന്നൂരിന്റെ വിപ്ലവവുമായി എത്തുന്ന VB ഗോപകുമാറും മറുവശത്ത് ദീർഘകാലത്തെ ഭരണപരിചയവുമായി കഴക്കൂട്ടത്തെ പ്രതിനിധീകരിക്കുന്ന V മുരളീധരനും ഒപ്പം പാർട്ടിയെ നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖരും ഒന്നിച്ച് ചേരുമ്പോൾ കേരള നിയമസഭ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള വികസന ചർച്ചകൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയത്തിനു പകരം നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും മുൻഗണന നൽകുമെന്ന ഇവരുടെ പ്രഖ്യാപനം കേരളത്തിലെ വോട്ടർമാർ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പതിറ്റാണ്ടുകളായി തങ്ങളെ തഴഞ്ഞവരോടും പരിഹസിച്ചവരോടും ജനാധിപത്യപരമായ രീതിയിൽ വോട്ടിലൂടെ മറുപടി നൽകിയ അണികൾക്ക് തങ്ങളുടെ പ്രതിനിധികൾ സഭയുടെ പടവുകൾ കയറുന്നത് കാണുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ വിജയമല്ല, മറിച്ച് ദീർഘകാലത്തെ ത്യാഗങ്ങൾക്കും കഠിനാധ്വാനത്തിനും ലഭിച്ച അംഗീകാരമാണ്.
കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഈ നിയമസഭ ഒരു പുതിയ അധ്യായമായി മാറുമോ എന്നും ഈ 3 ജനപ്രതിനിധികളുടെ സാന്നിധ്യം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഈ ചരിത്രപരമായ മാറ്റത്തെയും BJPയുടെ പുതിയ രാഷ്ട്രീയ ശൈലിയെയും കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.